ഇനി നമുക്ക് ഒരു അടിപൊളി മത്തിയച്ചാർ ഉണ്ടാക്കിയാലോ. ഞാൻ പൊതുവെ മീനച്ചാർ ഇതുവരെയും കഴിച്ചിട്ടില്ല, ആദ്യമായിട്ടാണ് കഴിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ മത്തി നല്ല കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, വിനേഗർ, പിന്നെ വെളിച്ചെണ്ണയും കൂടി ഇട്ടിട്ട് ഒന്ന് മാരിനേറ്റ് ചെയ്യുക. ഒന്ന് സെറ്റ് ആവാൻ വേണ്ടി മാത്രമാണ്. എനിക്ക് മൂക്കടപ്പായതുകൊണ്ട് തന്നെ ശബ്ദത്തിന് ഇച്ചിരി ഒരു ക്ലാരിറ്റി കുറവുണ്ട്. ഇനി നമ്മൾ ഈ മത്തി ഒന്ന് പൊരിച്ചെടുക്കണം. ഞാൻ പുറത്തുനിന്ന് ഇതുവരെയും ഈ മത്സ്യത്തിൻ്റെ അച്ചാറുകളൊന്നും ഇതുവരെ കഴിച്ചിട്ടില്ല. വേറൊന്നുമല്ല, ഞങ്ങൾ ഈ മത്സ്യമൊക്കെ ഒരുപാടൊരു 8-10 തവണയൊക്കെ കഴുകുന്നവരാണ്. അപ്പോൾ അച്ഛൻ എപ്പോഴും പറയും അതിന് ടേസ്റ്റ് കളയല്ല എന്നുള്ളത്. പക്ഷേ ഇപ്പോൾ ഒന്ന് സെറ്റായി വരുന്നുണ്ട്, കാരണം നമ്മൾ പുറത്തുനിന്ന് ബാക്കിയൊക്കെ കഴിക്കുന്നുണ്ടല്ലോ. മത്സ്യമൊക്കെ പൊരിച്ചതിന് ശേഷം നമ്മളൊരു പാത്രം എടുത്ത് അതിലാവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടിയതിന് ശേഷം നമ്മൾ കുറച്ച് ഉലുവയും അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുക്കുക. പിന്നെ അതൊന്ന് റെഡിയായി വരുമ്പോഴത്തേക്ക് ഇഞ്ചി, പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ ആവശ്യത്തിന് വെളുത്തുള്ളി കൂടി ചേർത്ത് കൊടുത്തിട്ട് പിന്നെ അതിലേക്ക് വേണ്ട മസാലകൾ ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ കുറച്ച് അച്ചാർ പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം. പിന്നെ കുറച്ച് കായം കൂടി ചേർത്ത് കൊടുക്കണം. കായം നമുക്ക് കിട്ടാത്തതുകൊണ്ട് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഈ മസാലേൻ്റെ ഒക്കെ പച്ചമണം മാറിയതിന് ശേഷം നമ്മൾ അതിലേക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക. വെള്ളമൊക്കെ നല്ല സെറ്റായി തിളച്ച് വരുമ്പോഴത്തേക്ക് അതിലേക്ക് നമ്മൾ ആവശ്യത്തിന് വിനീഗർ ഒഴിച്ചു കൊടുക്കുക. പിന്നെ നമ്മൾ കുറച്ച് ഉലുവപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം. ഉലുവപ്പൊടി അധികമാവാനും പാടില്ല, കാരണം ഇച്ചിരി കയപ്പടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആവശ്യത്തിന് മാത്രം ചേർത്ത് കൊടുക്കുക. ഇനി നല്ല രീതിയിൽ തിളച്ച് വരുമ്പോഴത്തേക്ക് നമ്മൾ ഈ പൊരിച്ച് വെച്ച മത്തി എടുത്ത് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. നമ്മളിവിടെ കണ്ണൂർ ഭാഗത്തൊക്കെ മത്തി എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ ഒന്ന് സെറ്റായി തിളച്ച് വരുമ്പോഴത്തേക്ക് നമ്മൾ ഒരു രസത്തിന് വേണ്ടിയിട്ട് ഞാൻ കടുക് ഒന്ന് ക്രഷ് ചെയ്തെടുത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു ഭംഗിക്ക് വേണ്ടിയാണ്, വേറൊന്നുമല്ല. പിന്നെ നമ്മളിത് ചൂടാറിയതിന് ശേഷം ഒന്നുകൂടി വിനീഗർ ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതായിരിക്കും. ഒന്നുകൂടി അതിൻ്റെ ടേസ്റ്റ് മെച്ചപ്പെടുത്തും. അപ്പോൾ നമ്മുടെ ടേസ്റ്റി അച്ചാർ റെഡിയായി. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ബായ്.